ഹായ്, നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിത് ഇന്ന് കുമരകത്തിനടുത്ത് തണ്ണീർമുക്കം ബണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. വളരെ പഴക്കം ചെന്ന ഈ ബണ്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1958-ലാണ്. 1975-ലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇത് കായലിൻ്റെ കുറുകെ കിട്ടിയിരിക്കുന്ന ഒരു ബണ്ടും ഒരു പാലവും വഴിയൊക്കെയാണ്. ഈ വഴിയിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. അപ്പം തണ്ണീർമുക്കം ബണ്ട് കയറി ആലപ്പുഴയ്ക്ക് പോകാൻ നോക്കും. ഈ കായലിലൂടെ ബോട്ടിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് നേരെ ആലപ്പുഴയിലേക്ക് എത്താൻ നോക്കും. അപ്പം തണ്ണീർമുക്കം ബണ്ട് കയറി ഇറങ്ങി ആലപ്പുഴയ്ക്ക് പോകുന്ന ഈ റൂട്ടിലെ ബണ്ടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തണ്ണീർമുക്കം എന്ന് പറയുന്ന സ്ഥലത്തെ മാർക്കറ്റിലാണ്, മീൻ മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ അവിടെ നിന്നാൽ കാണുന്ന കാഴ്ചയാണ്. നമുക്ക് ബണ്ട് കാണാം. അതുപോലെ വിശാലമായി കിടക്കുന്ന കായലിൻ്റെ മനോഹാരിതകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് പക്ഷികൾ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരമ്മച്ചി കുറച്ച് മുമ്പേ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടു വെള്ളത്തിനകത്തേക്ക്. മീൻ മാർക്കറ്റിലെ വേസ്റ്റ് ഇട്ട സമയത്ത് അവിടെ വന്ന് മീൻ എല്ലാം കൂടെ കൂട്ടമായിട്ട് ഭക്ഷണം കഴിക്കാറ്. ഇവിടുത്തെ ഒരു വിനോദം ഇതാണ്. ബോട്ടിംഗ് ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് മീൻ മാർക്കറ്റിൽ നിന്ന് കാണാവുന്നേ ഉള്ളൂ. മീൻ മാർക്കറ്റിലല്ല, തണ്ണീർമുക്കം ബണ്ടിൻ്റെ നടുഭാഗത്തായിട്ടാണ് ബോട്ട് സർവീസ് ഉള്ളത്. നമുക്ക് അങ്ങോട്ടൂടെയൊക്കെ പോകാം. കുമരകത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആസ്വദിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിച്ചുകൂടാനാകാത്ത മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് ഹൗസ് ബോട്ടുകൾ യാത്ര ചെയ്യുന്നതാണ്. ഇതാണ് തണ്ണീർമുക്കം എന്ന് പറയുന്ന, അല്ല തണ്ണീർമുക്കം എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷൻ കേട്ടോ. ഇവിടുന്ന് ഇത് കോട്ടയത്തിനുള്ള റൂട്ടാണ് നേരെ കാണുന്നത്. പിന്നെ ചേർത്തലേക്കുള്ള റൂട്ടുണ്ട്, മുഹമ്മയ്ക്കുള്ള റൂട്ടുണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് റോഡ് തിരിയാണ്. മുഹമ്മ വഴിയും ആലപ്പുഴയ്ക്ക് പോവാം. അപ്പം നേരെ മുന്നോട്ട് പോകുന്നത് ചേർത്തലയാണ്, വലതുവശം ചേർന്ന് പോകുന്ന ചേർത്തലാണ്. ഇത് കോട്ടയത്തിനുള്ള റൂട്ടാണ്. അപ്പോൾ കോട്ടയത്തിനുള്ള റൂട്ടിലാണ് ഈ ബണ്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമ്മൾ നടന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. തണ്ണീർമുക്കം ബണ്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കാണും. ആ മരച്ചൂട്ടിലിട്ട് 92 ഷട്ടറുകളുണ്ട് ഈ ബണ്ടിന്. ബണ്ടിൻ്റെ പ്രധാന മെഷീനറീസൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മളിത് നിൽക്കുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് ബണ്ട് തുറക്കും അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ വാൽവുകളൊക്കെ ഇവിടെയുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാൻ മറക്കരുത്. അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. ഒരുപാട് പേര് മീൻ പിടിക്കാണ്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മീൻ പിടുത്തമൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക് നേരെ ഇങ്ങോട്ട് പോരാം. ഇവിടുത്തെ ബോട്ടിങ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ സന്ധ്യ കഴിഞ്ഞ് യാത്ര ചെയ്യാനൊക്കെ ആളുകൾ ഭയപ്പെട്ടിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സുരക്ഷിതമാണ്. എപ്പോഴും നാട്ടിലെ ആളുകളൊക്കെ എപ്പോഴും ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. ധാരാളം കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെയൊക്കെ സേഫാണ്. 2017 ഞങ്ങൾ താമസിച്ചിരുന്നത് ഇതിന് സമീപത്താണ്. ബണ്ട് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ ബണ്ട് തുടങ്ങുന്ന ഭാഗമാണ് ബണ്ട് റോഡ്. കുടവെച്ചൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വെച്ചൂർ പള്ളിയും വെച്ചൂർ പശുക്കളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരുമായിരുന്നു. തണ്ണീർമുക്കം ബണ്ടിൽ വരും. ഞങ്ങൾ ഈ റൂട്ടിൽ തന്നെ ധാരാളം ഫിഷ് കിട്ടും. അതുപോലെ കക്കായിറച്ചി, കൊഞ്ച്, ഞണ്ട്, കരിമീനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്.
പിന്നെ താറാവ് മുട്ട, ഈ റോഡ് സൈഡിലേക്ക് ധാരാളം സ്ഥലങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ താറാവ് മുട്ട വിൽക്കുന്നുണ്ട്. വളരെ വളരെ ഫ്രഷായിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് വരും. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഒരുപാട് സമയം ഞങ്ങളിവിടെ വന്ന് ഇരിക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഈ പാലത്തിൻ്റെ സമീപപ്രദേശത്തൊക്കെ വന്ന് കായലിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അന്നത്. ഈ ബണ്ട് റോട്ടിലൂടെ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം യാത്ര ചെയ്ത വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അന്നൊക്കെ ഈ ബണ്ട് റോഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വീട് റെൻറ്റിനെടുത്ത് താമസിച്ചത് 2017 സമയത്താണെങ്കിൽ പോലും 2014 കാലഘട്ടം മുതൽ ഞങ്ങൾ സ്ഥിരമായിട്ടോട് വരാറുണ്ടായിരുന്നു. മിക്കവാറും കുമരകം ഭാഗത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളിലേക്ക് പ്രധാന ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഫ്യൂഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരുമായിരുന്നു. നമുക്ക് ഒരു ഫ്യൂഷൻ ബാൻഡായിരുന്നു ഉണ്ടായിരുന്നത് അന്ന്. അപ്പം ഇപ്പോഴും ബാൻഡ് ആക്റ്റീവാണ്. അപ്പോൾ ഫ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി ഞങ്ങൾ ഇവിടെയുള്ള റിസോർട്ടുകളിലേക്ക് ഞങ്ങൾ വരുമായിരുന്നു. ഞാൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്. നമ്മുടെ വയലിൻ വായിക്കുന്നത് നമ്മുടെ രാഹുലാണ്, ഫ്ലൂട്ടും രാഹുലാണ്, സരുണുണ്ട്. ഇങ്ങനെ കുറേ ആർട്ടിസ്റ്റ് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇവിടെയുള്ള റിസോർട്ടുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്ഥിരം വരുമായിരുന്നു. 2017 ആയ സമയത്ത് നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായി. പിന്നീട് ഞങ്ങളെ റിസോർട്ടുകളിൽ അങ്ങനെ പ്രോഗ്രാമിന് വിളിക്കാതായി. അതിനുശേഷം ഇവിടെയൊക്കെ ഉള്ള വെഡ്ഡിങ് റിസപ്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾക്ക് പലപ്പോഴും ഈ ഏരിയയിൽ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2018 ആയപ്പോൾ വെള്ളപ്പൊക്കം വന്നതോടുകൂടി അതിന് വീണ്ടും ഒരു തടസ്സം നേരിട്ടു. പിന്നെ ഞങ്ങൾ ഒരുപാട് സംഘർഷത്തിലായി. ഒരു ആർട്ടിസ്റ്റിനെ എല്ലാം പൊതുവെ ബാധിച്ച കുറേ വർഷങ്ങളായിരുന്നു നോട്ട് നിരോധനത്തിൻ്റെ സമയവും അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കം, ആ പ്രളയം ഉണ്ടാകുന്നതൊക്കെ വളരെ പ്രയാസമുണ്ടായി. അതിൻ്റെ തൊട്ട് പുറയാണ് 2019 ആയ സമയത്ത് നമ്മുടെ കൊറോണ വരുന്നത്. ലോക്ക്ഡൗണിൻ്റെ സമയത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആളുകൾക്ക് വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം പിന്നീട് ഇങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്രോഗ്രാമുകളൊക്കെ സജീവമാണെന്ന് പറഞ്ഞാൽ 2024 പ്രോഗ്രാമുകളൊക്കെ സജീവമാണെന്ന് പറഞ്ഞാലും അന്ന് കിട്ടിയിരുന്നത് പോലെ എമൗണ്ട് പിന്നീട് കിട്ടാതായി. പിന്നെ ചോദിക്കുന്ന എമൗണ്ട് ഇപ്പോഴും തരത്തില്ല. അങ്ങനത്തെ ഒരു സമീപനമാണ് ആളുകളിടയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2017 ഞങ്ങൾക്ക് കിട്ടിയ വരുമാനമല്ല 2024 ആയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന വരുമാനം നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് പല പ്രോഗ്രാമുകളും കളയേണ്ടതായിട്ട് വന്നു. അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. ഏതായാലും തണ്ണീർമുക്കം ബണ്ട് കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിലെ മാറ്റങ്ങളും ജീവിതത്തിൽ വന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും, എന്നാൽ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ആശ്വാസകരമായ സമയങ്ങളൊക്കെ ഓർമ്മ. നല്ല അടിപൊളി സ്ഥലമാണ്. ആ ദീർഘമായ പാലം മുഴുവൻ വെട്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം.